അപ്പോഴേ എല്ലാവർക്കും പെസഹ ദിനാശംസകൾ. അപ്പോൾ നമുക്ക് പെസഹാപ്പം ഉണ്ടാക്കിയാലോ? നമ്മൾ പെസഹാപ്പം ഉണ്ടാക്കുമ്പോൾ തേങ്ങാക്കൊത്തും കരിയാപ്പിലയും ചുമന്നുള്ളിയും ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞേച്ച് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചേച്ചാണ് ഞാൻ പെസഹാപ്പം ഉണ്ടാക്കാറ്. പിന്നെ നമ്മൾ പച്ചരിയുടെ അളവ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഗ്ലാസ് പച്ചരി എടുക്കുകയാണെങ്കിൽ 1 ഗ്ലാസ് ഉഴുന്നെടുക്കും. ആ ഉഴുന്ന് നമ്മൾ നല്ല ഗോൾഡൻ കളറിൽ വറുത്തെടുക്കുക കേട്ടോ ചെയ്യണേ. പിന്നെ നമ്മൾ ഇതിന് തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും വേണം. അതും ഒന്ന് നന്നായിട്ട് ഒതുക്കിയെടുക്കണം. പിന്നെ വറുത്തെടുത്ത് തേങ്ങാക്കൊത്തും ഉള്ളിയും കരിയാപ്പിലയും തേങ്ങ ഒതുക്കിയതും ഈ അരിപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പൊത്തി വെക്കണം. ഒരു അരമണിക്കൂർ പൊത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അങ്ങ് കുതിർന്ന് വരും. പിന്നെ നമ്മൾ പ്ലേറ്റിൽ കോരി ഒഴിച്ച് അപ്പോൾ ഇത്തവണത്തെ ഓശാനയുടെ ഒരു കുരുത്തോല കൊണ്ട് കുരിശും ഒക്കെ വെച്ച് അപ്പം നമ്മൾ വേവിച്ചെടുത്തു. എല്ലാവർക്കും നല്ലൊരു പെസഹ ദിന ആശംസകൾ നേർന്നുകൊണ്ട് നാളെ കാണാം.